പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ PR വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. മെയ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ്. രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വകാര്യ ബസ്സുകൾ കാലടി പാലം ബഹിഷ്കരിക്കുന്നു. കാലടിയിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി MLA റോജി M. ജോണും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേജൻ തൊട്ടപ്പള്ളിയും കാലടി പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ഓട്ടോറിക്ഷ തൊഴിലാളി ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും MLAയോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടത് കാലടി പാലത്തിൽ ടാറിംഗ് പൊളിഞ്ഞ് കുണ്ടും കുഴിയും എത്രയും വേഗം ശരിയാക്കിയില്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് കൂടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കാലടിയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് സ്വകാര്യ ബസ്സുകളും തൊഴിലാളികളുമാണെന്നാണ് പറയുന്നത്. 120 ബസ്സുകൾ കാലടി വഴി സർവീസ് നടത്തുന്നുണ്ട്. കാലടിപ്പാലത്തിൽ രൂപം കൊണ്ട കുഴികൾ അടക്കാൻ നടപടികൾ സ്വീകരിക്കാതെ ഇവർ ബസ്സുടമകളെയും തൊഴിലാളികളെയും കുറ്റം പറഞ്ഞു രക്ഷപ്പെടാതെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഒരാഴ്ചക്കാലമായി കാലടി ടൗണിലെ ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായി. ഈ രൂക്ഷമാവുന്നതിന് മുമ്പ് തന്നെ കാലടിയിലെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം നൽകുകയും അവരുടെ ശ്രദ്ധപ്പെടുത്തിയതാണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ ബസ് ഉടമ സംഘടന പറഞ്ഞ ഈ വിഷയം മുഖവിലക്കെടുക്കാതെ ഇപ്പോൾ മഴക്കാലം പിടിച്ചതോടുകൂടി കാലടിയിലെ പാലത്തിന് ഇരുവശങ്ങളിൽ കുഴി വളരെ വലുതായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചക്കാലമായി കാലടി ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ കാലടി പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ബസ് ഉടമകൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ട്രാഫിക് കമ്മിറ്റി കാലടിയിൽ കൂടുമ്പോൾ അവിടെ വരുന്ന മറ്റു വ്യക്തികളെല്ലാം പറയുന്നത് കാലടിയിലെ ഗതാഗതക്കുരുക്കിന് കാരണം ബസ് ഉടമകളും ബസ്സിലെ ജീവനക്കാരാണ് എന്നുള്ള ഒരു വിമർശനം എന്നും ഞങ്ങൾ കേൾക്കാനിടവരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കാലടി ടൗണിൽ നിന്ന് ബസ്സുകൾ മാറ്റി നിർത്താൻ ആണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ബസ്സുകളാണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതെങ്കിൽ ശനിയാഴ്ച മുതൽ അങ്കമാലിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ കാലടി വരെ വന്ന് മടങ്ങിപ്പോകും. കാലടി പാലത്തിൽ കൂടി സർവീസ് നടത്തില്ല. പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ കാലടി പാലത്തിൽ കയറാതെ താനിപ്പുഴ വരെ സർവീസ് നടത്തുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി GB പറഞ്ഞു. അങ്ങനെയെങ്കിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറന്ന് കാലടിയിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. കാലടി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനുള്ള താല്പര്യത്തിന്റെ പകുതി താല്പര്യം കാലടി പാലം വഴിയുള്ള കുരുക്കഴിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമായിരുന്നെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാലടി.